ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ വേക്കൻസി ലുലു ഗ്രൂപ്പിൽ ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട്. നിരവധി ഒഴിവുകളാണുള്ളത്. കൊച്ചിയിലാണ് അവസരമുള്ളത്. ലുലു ഗ്രൂപ്പിലെ ക്രിയേറ്റീവ് ഡയറക്ടർ, സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ്, PR, കോപ്പി റൈറ്റർ, മോഷൻ ഗ്രാഫിക് ഡിസൈനർ, SAP ലീഡ്, SAP സീനിയർ ഫങ്ഷണൽ കൺസൾട്ടന്റ് SD, SAP ഫങ്ഷണൽ കൺസൾട്ടന്റ് FICO, SAP ഡെവലപ്പർ, ABAP, SAP SR ഡാറ്റ വെയർഹൗസ് കൺസൾട്ടന്റ്, SAP ബേസിസ്, ഹന അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ വിവിധ ഒഴിവുകളാണുള്ളത്. ഡീറ്റെയിൽ അറിയാനായി കൊച്ചി ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെടുക. അടുത്തത് വിവിധ ഗ്രാമീണ ബാങ്കുകളിൽ 9,995 ഒഴിവുകളാണുള്ളത്. റീജിയണൽ റൂറൽ ബാങ്കുകളിൽ ഓഫീസർമാരുടെയും ഓഫീസ് അസിസ്റ്റന്റുമാരുടെയും ഒഴിവുകളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ അഥവാ IBPS അപേക്ഷ ക്ഷണിച്ചു. ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലായി ആകെ 9,995 ഒഴിവുകളാണുള്ളത്. കേരളത്തിലും ഒഴിവുകളുണ്ട്. കേരള ഗ്രാമീണ ബാങ്കിലാണ് വേക്കൻസി ഉള്ളത്. അടിസ്ഥാന യോഗ്യത പറയുന്നത് ബിരുദം അല്ലെങ്കിൽ MBA, LLB, CA എന്നിവയൊക്കെയാണ്. 5 വർഷം വരെയാണ് എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നത്. പ്രായപരിധി 40 വയസ്സ്. SC, ST, OBC, PWBD, ESM, DESM, വിധവ തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഓഫീസർ സ്കെയിൽ 2-3 തസ്തികയിലെ കേരളത്തിലെ ഒഴിവുകളിലേക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാവുന്നതാണ്. അപേക്ഷാ ഫീസ് പറയുന്നത് SC, ST, PWBD, ESM, DESM എന്നിവർക്ക് 175 രൂപയാണ്. മറ്റുള്ളവർക്ക് 850 രൂപയാണ്. താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കിയ ശേഷം ജൂൺ 27 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. അടുത്ത വേക്കൻസി കേരളത്തിലുടനീളം ലാവിയന്റെ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്നു. ഓഫീസ് സ്റ്റാഫ്, ഫ്രണ്ട് ഓഫീസ്, ബില്ലിംഗ്, സ്റ്റോർ റൂം കീപ്പർ, പാക്കിംഗ്, അക്കൗണ്ട് തുടങ്ങിയ തസ്തികയിലായാണ് ഒഴിവുകളുള്ളത്. വിവിധ സെക്ഷനുകളിൽ 30-ലധികം ഒഴിവുകളുണ്ട്. വേണ്ടവർക്ക് ഫ്രീ ട്രെയിനിങ് കമ്പനി നൽകുന്നതാണ്. SSLC, +2, ഡിഗ്രി, ഡിപ്ലോമ, ITI മുതലായ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി പറയുന്നത് 18-നും 45-നും ഇടയിലായിരിക്കണം. താമസവും ഭക്ഷണവും സൗജന്യമായി കമ്പനി നൽകുന്നതാണ്. കേരളത്തിൽ എവിടെയും ജോലി ചെയ്യുവാനുള്ള അവസരമുണ്ട്. ശമ്പളം 15,000 മുതൽ 20,000 വരെയാണ് ലഭിക്കുക. താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി തിരുവനന്തപുരം ജില്ലയിലെ VI സ്റ്റോറിൽ ഒഴിവുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോട് പ്രവർത്തിക്കുന്ന VI സ്റ്റോറിലാണ് ഒഴിവുകളുള്ളത്. ടെലികോളർ, സെയിൽസ് ഓഫീസർ തുടങ്ങിയ തസ്തികയിലാണ് ഒഴിവുള്ളത്. താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി ക്ഷീരവികസന വകുപ്പിന്റെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായ തീറ്റപ്പുൽകൃഷി വികസന പദ്ധതി, മിൽക്ക് ഷെഡ് വികസന പദ്ധതി എന്നിവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിലേക്കായി എറണാകുളം ജില്ലയിലെ 15 ക്ഷീരവികസന യൂണിറ്റ് കാര്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ഡയറി പ്രൊമോട്ടർ, വിമൺ കാറ്റിൽ കെയർ വർക്കർ എന്നിവരെ നിയമിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷീരവികസന യൂണിറ്റിൽ ഒരു ഡയറി പ്രൊമോട്ടർ, ഒരു വിമൺ കാറ്റിൽ കെയർ വർക്കർ എന്ന നിലയിലാണ് നിയമനം നടത്തുക. തസ്തികകൾക്കുള്ള യോഗ്യതകളും മറ്റു വിശദാംശങ്ങളും നോക്കാം. ഡയറി പ്രൊമോട്ടറുടെ വേക്കൻസിയിൽ പ്രായപരിധി പറയുന്നത് 18-നും 45-നും ഇടയിലായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത ചുരുങ്ങിയത് SSLC ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയമാണ്. അതത് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ സ്ഥിര താമസക്കാരനും ആയിരിക്കണം. ഡയറി പ്രൊമോട്ടർമാരായി മുൻപ് സേവനമനുഷ്ഠിച്ചുള്ളവർക്ക് ആ സേവന കാലയളവ് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതുമാണ്. ഇനി വ്യുമൺ കാറ്റിൽ കെയർ വർക്കറുടെ തസ്തികയിലേക്ക് വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കുവാനുള്ള യോഗ്യതയുള്ളത്. പ്രായപരിധി 18-നും 45-നും ഇടയിലായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത ചുരുങ്ങിയത് SSLC ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അതത് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ സ്ഥിര താമസക്കാരുമായിരിക്കണം. വുമൺ കാറ്റിൽ കെയർ വർക്കറായി മുൻപ് സേവനമനുഷ്ഠിച്ചുള്ളവർക്ക് ആ സേവന കാലയളവ് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ്.
നിയമനം ലഭിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ പരമാവധി 10 മാസ കാലയളവിലേക്ക് പ്രതിമാസം 8,000 രൂപയാണ് വേതനം ലഭിക്കുക. ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച് പൂരിപ്പിച്ച് അനുബന്ധ രേഖകൾ സഹിതം ജൂൺ 14 ഉച്ചകഴിഞ്ഞ് 3 അതത് ക്ഷീരവികസന ഓഫീസർ മുമ്പാകെ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി എറണാകുളം ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത വേക്കൻസി സ്വീപ്പർ കം അറ്റൻഡന്റിന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം വനിതാ പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലിന്റെ ഓഫീസിലെ ഓഫീസ് സ്വീപ്പർ കം അറ്റൻഡന്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 11 രാവിലെ 10 വനിതാ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കുക. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം. ബിരുദധാരി ആയിരിക്കരുത്. പ്രായപരിധി 18-നും 50-നും ഇടയിലാണ്. താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി തിരുവനന്തപുരം വനിതാ പോളിടെക്നിക് കോളേജിൽ നേരിട്ട് അന്വേഷിക്കുക. അടുത്ത വേക്കൻസി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഒഴിവുകളുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഏറ്റുമാനൂർ ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ എന്നീ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് ബികോം, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നീ യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. താല്പര്യമുള്ളവർ ജൂൺ 14 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുമായി ഓഫീസിൽ എത്തുക. കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി ആരോഗ്യ കേരളം വയനാട് മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നഴ്സ്, RBSK നഴ്സ്, TB ഹെൽത്ത് വിസിറ്റർ, NPP CD ഇൻസ്ട്രക്ടർ, MLSP, JHI സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പറയുന്നത് മെഡിക്കൽ ഓഫീസറുടെ യോഗ്യത MBBS, TCMC അല്ലെങ്കിൽ കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഹോമിയോ മെഡിക്കൽ ഓഫീസറുടെ യോഗ്യത BHMS, ട്രാവൻകൂർ കൊച്ചിൻ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവ ഉണ്ടായിരിക്കണം. സ്റ്റാഫ് നഴ്സിന്റെ യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM, KNC രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. RBSK നഴ്സിന്റെ യോഗ്യത സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് JPHN കോഴ്സ്, കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവ ഉണ്ടായിരിക്കണം. അടുത്തത് TB ഹെൽത്ത് വിസിറ്റർക്കുള്ള യോഗ്യത സർക്കാർ അംഗീകൃത TBHV കോഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സ്, ആരോഗ്യ മേഖലയിൽ TBയുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം, ഇരുചക്ര വാഹന ലൈസൻസ്, 2 മാസത്തിൽ കുറയാത്ത സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവ ഉണ്ടായിരിക്കണം. അടുത്തത് NPP CD ഇൻസ്ട്രക്ടറുടെ യോഗ്യത DEC SE അല്ലെങ്കിൽ DED സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. RCI രജിസ്ട്രേഷൻ വേണം. MLSP യുടെ യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ഉണ്ടായിരിക്കണം. 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. JHIയുടെ യോഗ്യത ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, 2 വർഷ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ യോഗ്യത ഡിഗ്രി, സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ BEd, 1 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ഉണ്ടാവണം. ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റിന്റെ യോഗ്യത ഡിഗ്രി, PG DCDC, ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റിൽ ഡിപ്ലോമ ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. ന്യൂബോൺ ഫോളോ അപ്പ് ക്ലിനിക്കിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ഇനി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ യോഗ്യത ക്ലിനിക്കൽ സൈക്കോളജിയിൽ PG അല്ലെങ്കിൽ MPhil ഉണ്ടായിരിക്കണം. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. RCI രജിസ്ട്രേഷനും ആവശ്യമാണ്. താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ ജോബ് വേക്കൻസികൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.